ഹലോ ഫ്രണ്ട്സ്, അസ്സലാമു അലൈക്കും. കണ്ണൂർ കിച്ചണിലേക്ക് എല്ലാ കൂട്ടുകാർക്കും വീണ്ടും സ്വാഗതം. ഇന്ന് നമുക്ക് ട്രഡീഷണൽ രീതിയിൽ നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ഉണ്ണിയപ്പം തയ്യാറാക്കിയെടുക്കുന്നത് എങ്ങനെയാണെന്ന് നോക്കാം. ഇപ്പോൾ ഇൻസ്റ്റൻ്റായിട്ട് പല വിധത്തിലും നമ്മൾ ഉണ്ണിയപ്പം തയ്യാറാക്കിയെടുക്കാറുണ്ട്. അരിപ്പൊടി വെച്ചിട്ടും ഗോതമ്പ് പൊടി വെച്ചിട്ടും നുറുക്ക് ഗോതമ്പ് വെച്ചിട്ടും ഒക്കെ തയ്യാറാക്കിയെടുക്കാറുണ്ട്. എന്നാൽ ഇന്ന് പരമ്പരാഗതമായിട്ടുള്ള രീതിയിൽ എങ്ങനെയാണ് ഉണ്ണിയപ്പം നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ഉണ്ണിയപ്പം ഉണ്ടാക്കിയെടുക്കുന്നതെന്നാണ് ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നത്. വീഡിയോ എല്ലാവരും ഫുള്ളായിട്ട് കണ്ടു നോക്കുക. ശേഷം ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനും കൂട്ടുകാർക്ക് ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കരുത്. അപ്പോൾ നമുക്ക് ഈ സോഫ്റ്റ് ആയിട്ടുള്ള ഉണ്ണിയപ്പം എങ്ങനെയാണ് തയ്യാറാക്കിയെടുക്കുന്നത് നോക്കാം. അതിനു വേണ്ടിയിട്ട് ആദ്യമായിട്ട് നമുക്ക് വേണ്ടത് പച്ചരിയാണ്. ഞാനിവിടെ 2 കപ്പ് പച്ചരി 5 മണിക്കൂർ മുമ്പ് കുതിർത്തിയെടുത്തതാണ്. മിനിമം 5 മണിക്കൂറെങ്കിലും കുതിർത്തി വെക്കണം. നന്നായിട്ടൊന്ന് കഴുകിയതിന് ശേഷം വേണം കുതിർത്തിയെടുക്കാൻ വേണ്ടിയിട്ട്. പിന്നെ നമുക്ക് വേണ്ടത് ശർക്കരയാണ്. അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ ഒരു 300 ഗ്രാം ശർക്കര എടുത്തിട്ടുണ്ട്. ഇതിലോട്ടൊരു 1/2 കപ്പ് വെള്ളം കൂടി ഒഴിച്ചിട്ട് ഒന്ന് മെൽറ്റ് ചെയ്തെടുക്കണം. വെള്ളം കൂടുതൽ ഒഴിക്കേണ്ട, 1/2 കപ്പ് മാത്രം ഒഴിച്ചു കൊടുക്കുക. ഇത് നമുക്കൊന്ന് മെൽറ്റ് ചെയ്തെടുത്തിട്ട് വരാം. അപ്പോൾ ശർക്കര പാനി ഇവിടെ റെഡി ആയിട്ടുണ്ട്. അരിയും ഞാനിവിടെ കഴുകിയിട്ട് ഊറ്റിയെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് വേണ്ടത് പഴമാണ്. ഞാനിവിടെ 2 പാളയംകോടൻ പഴമാണ് എടുത്തിരിക്കുന്നത്. ഇത് കിട്ടുമെങ്കിൽ ഈ പഴം തന്നെ എടുക്കുക, ഇല്ലെങ്കിൽ റോബസ്റ്റ് പഴം എടുക്കാം. അപ്പോൾ ഈ അരിയൊന്ന് അരച്ചെടുക്കണം. ഞാനിപ്പോൾ ശർക്കര പാനി തന്നെയാണ് അരി അരച്ചെടുക്കുന്നത്. ശർക്കര പാനി എടുക്കുമ്പോൾ ഇളം ചൂടോടുകൂടി വേണം എടുക്കാൻ വേണ്ടിയിട്ട്. നന്നായിട്ട് തണുത്ത് പോകരുത്, എന്നാൽ നന്നായിട്ട് ചൂടുണ്ടാവരുത്. ചെറിയൊരു ചൂടോടുകൂടി എടുക്കുക. അപ്പോൾ ഞാനിത് ഇവിടെ 2 ബാച്ചായിട്ടാണ് അരി അരച്ചെടുക്കുന്നത്. പകുതി അരിയിട്ട് കൊടുത്തതിന് ശേഷം നമുക്ക് ശർക്കര പാനി ഇതിലോട്ട് അരിച്ചിട്ട് ഒഴിച്ചു കൊടുക്കണം. കാരണം ശർക്കര പാനിയിൽ എന്തെങ്കിലും മണലോ പൊടിയോ എന്തെങ്കിലും ഉണ്ടാവും. അപ്പോൾ ഒന്ന് അരിച്ചിട്ട് ഒഴിച്ചു കൊടുക്കുക. ഈ അരിയൊന്ന് മുങ്ങിക്കിടക്കാൻ മാത്രം പാകത്തിൽ ഒഴിച്ചു കൊടുത്തതിന് ശേഷം ഇതിലോട്ട് ഒരു പഴം കൂടി ഞാനിപ്പോൾ ചേർത്ത് കൊടുക്കുന്നുണ്ട്. മറ്റേ ഒരു പഴം നമുക്ക് അടുത്ത ബാച്ചിൽ ചേർത്ത് കൊടുക്കാം. പണ്ടേ ചേർക്കുന്നത് ഇതുപോലുള്ള പാളയംകോടൻ പഴമാണ്. അപ്പോൾ ഇത് കിട്ടുന്നില്ലെങ്കിൽ, ഇത് കിട്ടാൻ വേണ്ടി കുറച്ച് പണിയാണ്. ഇത് കിട്ടുന്നില്ലെങ്കിൽ റോബസ്റ്റ് പഴം ചേർത്ത് കൊടുക്കുക. വേറെ പഴമൊന്നും നമ്മൾ സാധാരണയായിട്ട് ഉണ്ണിയപ്പത്തിൽ ചേർക്കാറില്ല. അപ്പോൾ ഇതുകൂടി ഇട്ട് കൊടുത്തതിന് ശേഷം നമുക്കിതൊന്ന് അരച്ചെടുക്കാം. അരച്ചെടുക്കുമ്പോൾ ചെറിയൊരു തരിയോടുകൂടി വേണം അരച്ചെടുക്കാൻ വേണ്ടിയിട്ട്. നന്നായിട്ട് സ്മൂത്തായിട്ട് അരക്കരുത്, എന്നാൽ തീരെ അരയാതിരിക്കുകയും ചെയ്യരുത്. നന്നായിട്ട് തന്നെ അരയണം. ചെറുതായിട്ടൊരു തരിപ്പ് വേണം, അത്രേ ഉള്ളൂ. അപ്പോൾ ഞാനിതിവിടെ ആദ്യ ബാച്ച് അരച്ചെടുത്തിട്ടുണ്ട്. ഇത് നമുക്കൊരു ബൗളിലോട്ട് ഒഴിച്ചു കൊടുക്കാം. ഈ ചെറിയൊരു തരിതരിപ്പുണ്ടെങ്കിൽ മാത്രമേ ഉണ്ണിയപ്പം നന്നായിട്ട് കിട്ടുള്ളൂ. അതുകൊണ്ടാണ് അതുപോലെ അരച്ചെടുക്കുന്നത്. ഇനി ബാക്കിയുള്ള അരിയും നമുക്ക് ഇതുപോലെ തന്നെ അരച്ചെടുക്കാം. പണ്ടുകാലത്ത് ഉണ്ണിയപ്പം ഉണ്ടാക്കിയെടുക്കുമ്പോൾ അരി പൊടിച്ചെടുത്തിട്ടും ഉണ്ടാക്കിയെടുക്കാറുണ്ട്. പച്ചരി കുതിർത്തി വെച്ചിട്ട് നന്നായിട്ട് വെള്ളമൊക്കെ ഒന്ന് ഡ്രൈ ആക്കിയതിന് ശേഷം മിക്സിയുടെ കുഞ്ഞു ജാറിലിട്ടിട്ട് പൊടിച്ചെടുക്കും. അതിനുശേഷം നന്നായിട്ട് അരിച്ചെടുത്തിട്ട് അതിൻ്റെ പൊടിയൊക്കെ എടുത്തതിന് ശേഷം ലാസ്റ്റ് കിട്ടുന്ന ആ തരി കൂടി ഇതിലോട്ട് ചേർക്കുകയാണ് ചെയ്യുന്നത്. പക്ഷെ അത് കുറച്ച് പണിയുള്ള കാര്യമാണ്. അതുകൊണ്ട് തന്നെ ഇപ്പം അധികവും ഇതുപോലെ പച്ചരി അരച്ചിട്ട് തന്നെയാണ് ഉണ്ണിയപ്പം ഉണ്ടാക്കിയെടുക്കുന്നത്. അപ്പോൾ മുഴുവൻ ബാറ്റർ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി ഇതിൻ്റെ മധുരം ഒന്ന് ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു 1/4 ടീസ്പൂൺ വരെ ഉപ്പ് ചേർത്ത് കൊടുത്തു. പിന്നെ ഞാൻ ചേർക്കുന്നത് ജീരകത്തിൻ്റെ പൊടിയാണ്. ഇതിപ്പോൾ ഓൾറെഡി വറുത്ത് പൊടിച്ച് വെച്ച ജീരകമാണ്. ഇതിൽ നിന്നൊരു 1/4 ടീസ്പൂൺ വരെ ചേർത്ത് കൊടുക്കുക. ശേഷം ഇതിലോട്ട് ചേർക്കുന്നത് കറുത്ത എള്ളാണ്. ഞാനിവിടെ 1 ടേബിൾ സ്പൂൺ എള്ള് ചേർക്കുന്നുണ്ട്. നന്നായിട്ടൊന്ന് കഴുകിയതിന് ശേഷം ഡയറക്റ്റായിട്ട് ചേർത്ത് കൊടുക്കുകയാണ് ചെയ്യുന്നത്. എള്ള് കയ്യിലുണ്ടെങ്കിൽ നിർബന്ധമായിട്ട് ചേർത്ത് കൊടുക്കുക. നല്ലൊരു ടേസ്റ്റ് ആയിരിക്കും എള്ള് ചേർക്കുമ്പോൾ. കൂടുതലായിട്ട് ചേർക്കണ്ട, 1 ടേബിൾ സ്പൂൺ തന്നെ മതിയാവും. ഇനി നമുക്ക് ഈ ബാറ്റർ ചെറുതായിട്ടൊന്ന് തിക്കാക്കി എടുക്കണം. അതിന് വേണ്ടിയിട്ട് 1 കപ്പ് മൈദ കൂടി ചേർത്ത് കൊടുക്കുകയാണ്.
ഇനി ഒരു ഹാൻഡ് വിസ്ക് ഉപയോഗിച്ചിട്ട് നന്നായിട്ട് കട്ടയൊന്നും കൂടാതെ മിക്സ് ചെയ്തെടുക്കുക. നിങ്ങൾ ഇതിലോട്ട് തേങ്ങാക്കൊത്ത് ചേർക്കുന്നുണ്ടെങ്കിൽ 1 ടേബിൾ സ്പൂൺ ഗീയിൽ തേങ്ങാക്കൊത്ത് നന്നായിട്ട് കളർ ചേഞ്ചായി വരുന്നത് വരെ ഫ്രൈ ചെയ്തെടുക്കുക. അതിലോട്ട് എള്ള് കൂടി ചേർത്തിട്ട് രണ്ടും കൂടി നന്നായിട്ട് ഫ്രൈ ആയി വരുമ്പോൾ ആ നെയ്യോട് കൂടി തന്നെ ബാറ്ററിലോട്ട് ഒഴിച്ചു കൊടുത്താലും മതിയാവും. ഞാനിവിടെ തേങ്ങാക്കൊത്ത് ചേർക്കുന്നില്ല, അതിവിടെ ആർക്കും ഇഷ്ടമല്ല. അതുകൊണ്ട് ഞാൻ അത് സ്കിപ്പ് ചെയ്യാണ്. അതുകൊണ്ടാണ് ഡയറക്റ്റായിട്ട് എള്ളിട്ട് കൊടുത്തിരിക്കുന്നത്. ഇതിപ്പോൾ നന്നായിട്ട് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഒട്ടും തന്നെ കട്ടയില്ലാതെ വേണം മിക്സ് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട്. കണ്ടല്ലോ, ഞാനൊരു സ്പൂൺ കൊണ്ട് കോരിയിട്ട് ഇതിൻ്റെ കൺസിസ്റ്റൻസി കാണിച്ചു തരാം. അതിനുശേഷം നമ്മളിത് ഒരു 2 മണിക്കൂറെങ്കിലും മിനിമം അടച്ചു വെക്കണം. നന്നായിട്ടൊന്ന് സോഫ്റ്റായിട്ട് കിട്ടണമെങ്കിൽ മിനിമം ഒരു 2 മണിക്കൂറെങ്കിലും നമ്മൾ റെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് വെക്കണം. അപ്പോൾ ഇത് നന്നായിട്ട് യോജിപ്പിച്ച് കൊടുത്തതിന് ശേഷം നമുക്കൊരു 2 മണിക്കൂർ അടച്ചു വെക്കാം. അതിനുശേഷമാണ് നമ്മൾ ഉണ്ണിയപ്പം തയ്യാറാക്കിയെടുക്കുന്നത്. അപ്പോൾ രാവിലെ എഴുന്നേറ്റ ഉടനെ പച്ചരി കുതിർത്തി വെക്കുകയാണെങ്കിൽ വൈകിട്ട് നമുക്ക് 4 മണിക്കേക്ക് സ്നാക്ക് തയ്യാറാക്കിയെടുക്കാൻ പറ്റും. ഇതൊരു 3-4 ദിവസമൊക്കെ ഒരു കേടും കൂടാതെ ഫ്രിഡ്ജിലൊന്നും വെക്കാതെ തന്നെ നമുക്ക് യൂസ് ചെയ്യാം. ഇപ്പോൾ ഏകദേശം ഒരു 2.5 മണിക്കൂറിന് ശേഷം ഞാനിതിവിടെ വീണ്ടും ഓപ്പൺ ആക്കുകയാണ്. ഇനി നമുക്കിതൊന്ന് ചുട്ടെടുക്കണം. അതിന് മുമ്പായിട്ട് നന്നായിട്ട് ഇതൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. ഈ സമയത്ത് കുറച്ച് ബാറ്റർ തിക്കായിട്ടുണ്ടാവും. നന്നായിട്ട് തിക്കായിട്ടുണ്ടെങ്കിൽ കുറച്ച് വെള്ളമോ ഇല്ലെങ്കിൽ കുറച്ച് ശർക്കര പാനിയോ ഒഴിച്ചിട്ട് ഒന്നുകൂടി ഒന്ന് ലൂസാക്കി എടുക്കണം. ഇതിപ്പോൾ പാകത്തിനുള്ള അളവാണ്, നന്നായിട്ട് തിക്കായിട്ടൊന്നുമില്ല. ഇനി നമുക്ക് ഉണ്ണിയപ്പം തയ്യാറാക്കാൻ തുടങ്ങാം. അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ വെളിച്ചെണ്ണയാണ് എടുത്തിരിക്കുന്നത്. ഓയിൽ നന്നായിട്ട് ചൂടായതിന് ശേഷം മാത്രം നമ്മൾ ബാറ്റർ ഒഴിച്ചു കൊടുക്കുക. ആദ്യം ഒരു തുള്ളി ഇതിലോട്ട് ഊറ്റിച്ച് നോക്കുക. അതിനുശേഷം നന്നായിട്ട് ഒന്ന് മൊരിയുന്നുണ്ടെങ്കിൽ നമുക്ക് മനസ്സിലാവും നന്നായിട്ട് ചൂടായിട്ടുണ്ടെന്ന്. ഇതിപ്പോൾ ഇവിടെ നന്നായി ചൂടായി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഓരോ കുഴിയിലും ഒരു 1/4 ഭാഗം വെച്ചിട്ട് മാത്രം ഒഴിച്ചു കൊടുത്താൽ മതി. ഇത് ചെറുതായിട്ടൊന്ന് പൊങ്ങി വരും. അപ്പോൾ നിറയെ ഒഴിച്ചു കൊടുക്കരുത്. ഇതുപോലെ ഒരു അരഭാഗത്തിലും മുകളിലായിട്ട് മാത്രം ഒഴിച്ചു കൊടുക്കുക. ഓയിലും കുറേ ഒഴിക്കരുത്. ഇതിൻ്റെ കുഴിയിൽ ചെറുതായിട്ടൊന്ന് നിറയാൻ മാത്രം ഒഴിച്ചു കൊടുത്താൽ മതി. ഇത് ബാറ്റർ ഒഴിക്കുന്ന ടൈമിൽ പുറത്തോട്ട് വന്നോളും. പിന്നെ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം, ഹൈ ഫ്ലെയിമിലിട്ടിട്ട് ഓയിൽ നന്നായിട്ടൊന്ന് ചൂടാക്കി എടുത്തതിന് ശേഷം മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് വേണം നമ്മളിത് ഫ്രൈ ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട്. ഹൈ ഫ്ലെയിമിലിട്ടിട്ട് ഫ്രൈ ചെയ്ത് കഴിഞ്ഞാൽ പെട്ടെന്ന് തന്നെ ഇത് ഫ്രൈ ആവും, പക്ഷേ ഉൾവശം വെന്ത് കിട്ടില്ല. ഏകദേശം 1 മിനിറ്റ് കഴിയുമ്പോൾ ഇതിൻ്റെ ഈ ഓയിലിൻ്റെ തിളക്കലൊക്കെ ഒന്ന് സ്ലോ ആയിട്ട് വരും. ആ ടൈമിൽ നമുക്കിതുപോലെ ഒന്ന് തിരിച്ചിട്ട് കൊടുക്കുക. തിരിച്ചിട്ടതിന് ശേഷം ജസ്റ്റ് 1 മിനിറ്റ് മാത്രം മതി. ഇനി നമുക്കിത് ഓയിലിൽ നിന്നും കോരി മാറ്റാം. ഇതിൻ്റെ കളർ ചേഞ്ച് ആകുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും ഫ്രൈ ആയിട്ടുണ്ടെന്ന്. അപ്പോൾ മീഡിയം ഫ്ലെയിമിലിടാൻ വേണ്ടിയിട്ട് പ്രത്യേകം ശ്രദ്ധിച്ചാൽ മതി. അപ്പോൾ ആദ്യത്തെ ബാച്ച് ഞാനിവിടെ കോരി എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതുപോലെ തന്നെ ബാക്കിയുള്ളതും ഫ്രൈ ചെയ്തെടുക്കാം. കണ്ടല്ലോ, നല്ല പെർഫെക്റ്റ് ആയിട്ടുള്ള ഉണ്ണിയപ്പം തന്നെയാണ്. ഇപ്പോൾ ഇൻസ്റ്റൻ്റ് ആയിട്ടുള്ള രീതിയിൽ പല രീതിയിലും നമ്മൾ ഉണ്ണിയപ്പം തയ്യാറാക്കിയെടുക്കുന്നുണ്ട്. ഗോതമ്പ് പൊടി വെച്ചിട്ടും അതുപോലെ നുറുക്ക് ഗോതമ്പ് വെച്ചിട്ടും അരിപ്പൊടി വെച്ചിട്ടും ഒക്കെ തയ്യാറാക്കിയെടുക്കുന്നുണ്ട്. പക്ഷേ പരമ്പരാഗതമായിട്ടുള്ള രീതിയിൽ ഇതുപോലെയാണ് പണ്ടേ ചെയ്തെടുക്കുന്നത്. ഇതുപോലെയാണ് ഇത് നമുക്കൊരു 3-4 ദിവസമൊക്കെ ഒരു കേടും കൂടാതെ തന്നെ ഫ്രിഡ്ജിലൊന്നും വെക്കാതെ തന്നെ യൂസ് ചെയ്യാൻ പറ്റും. അപ്പോൾ നിങ്ങളെല്ലാവരും തീർച്ചയായിട്ടും ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. ട്രൈ ചെയ്ത് നോക്കുമ്പോൾ ഫീഡ്ബാക്ക് അറിയിക്കാനും മറക്കരുത്. നിങ്ങളുടെ ഫീഡ്ബാക്കാണ് ഞങ്ങൾക്ക് വീണ്ടും വീഡിയോ ചെയ്യാൻ വേണ്ടിയിട്ട് പ്രചോദനമാകുന്നത്. അപ്പോൾ മുഴുവൻ ഉണ്ണിയപ്പവും ഞാനിവിടെ ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ട്. കണ്ടല്ലോ, നല്ല അടിപൊളി ഉണ്ണിയപ്പമാണ്. ഇത് തൊടുമ്പോൾ തന്നെ മനസ്സിലാവും നിങ്ങൾക്ക് എത്രത്തോളം സോഫ്റ്റ് ആണെന്ന്. നല്ല പഞ്ഞി പോലുള്ള പെർഫെക്റ്റ് ആയിട്ടുള്ള ഉണ്ണിയപ്പം തന്നെയാണ്. ഉൾവശമൊക്കെ നന്നായിട്ട് കുക്കായി വന്നിട്ടുണ്ട്. അപ്പോൾ ഞാൻ പറഞ്ഞ ഇതേ അളവിൽ നിങ്ങൾ ചെയ്തെടുക്കുകയാണെങ്കിൽ നല്ല പെർഫെക്റ്റ് ആയിട്ടുള്ള സോഫ്റ്റ് ആയിട്ടുള്ള ഉണ്ണിയപ്പം നിങ്ങൾക്കും തയ്യാറാക്കിയെടുക്കാം. ഒട്ടും തന്നെ ഓയിൽ കുടിക്കില്ല. അപ്പോൾ എൻ്റെ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ അഭിപ്രായം അറിയിക്കാനും മറക്കരുത്. കൂട്ടുകാർക്കും ഫാമിലി ഗ്രൂപ്പിലേക്കും ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കണം. ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം.
അപ്പോൾ ഇൻഷാ അല്ലാഹ് ഇനിയും നല്ല നല്ല വീഡിയോകളുമായിട്ട് നമുക്ക് വീണ്ടും കാണാം. അതുവരെ എല്ലാവരും സേഫായിട്ടിരിക്കുക, ഹാപ്പി ആയിട്ടിരിക്കുക. എല്ലാവർക്കും നല്ലത് മാത്രം വരട്ടെ എന്ന പ്രാർത്ഥനയോടെ അസ്സലാമു അലൈക്കും. താങ്ക് യു.